This call is now being recorded. Okay. So, in the last class, we discussed about subnetting. Okay. In between എന്തെങ്കിലും issues, sound, screen ഉണ്ട് എങ്കിൽ ഒന്ന് respond ചെയ്യണം. Okay. So, we were discussing about subnetting. Subnetting is used to make classful addressing more efficient and manageable. Classful addressing efficient and manageable ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ subnetting എന്നുള്ള concept കൊണ്ടുവന്നത്. Okay. So, what is classful addressing? The 32-bit IP addresses are divided into 5 different classes. ഇങ്ങനെ 5 different classes ആക്കി IP addressനെ separate ചെയ്തിട്ട് ഉള്ള ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് എന്ന് പറയാം. ഓക്കെ, ഈ ക്ലാസ്ഫുൾ അഡ്രസ്സിംഗിൽ നെറ്റ്വർക്കിന് ഇത്ര ബിറ്റ്, ഹോസ്റ്റിന് ഇത്ര ബിറ്റ് എന്ന് ഓരോ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള IP അഡ്രസ്സിന്റെ ക്ലാസിഫിക്കേഷനാണ് ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ക്ലാസ്ലെസ് അഡ്രസ്സിംഗ്? അങ്ങനെയാണെങ്കിൽ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒരു സെപ്പറേറ്റ് ഒരു ഫിക്സഡ് ഇത് വെച്ചിട്ടില്ലാത്ത അഡ്രസ്സിങ്ങിനെ ആയിരിക്കും ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്ന് പറയാം. ഓക്കെ, ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് മീൻസ് ഇങ്ങനെയുള്ള നെറ്റ്വർക്കിന് ഇത്ര, ഹോസ്റ്റിന് ഇത്ര എന്നുള്ള സെപ്പറേഷൻസ് അവിടെ ഉണ്ടായിരിക്കില്ല. ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ദ നെറ്റ്വർക്ക് ക്യാൻ ഡിസൈഡ് എത്ര ബിറ്റ് നെറ്റ്വർക്കിന് കൊടുക്കണം, എത്ര ബിറ്റ് ഹോസ്റ്റിന് കൊടുക്കണം എന്ന് ആ സമയത്തായിരിക്കും തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആൻഡ് ഹോസ്റ്റ് ബിറ്റ് അലോട്ട്മെന്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള അഡ്രസ്സിങ്ങിനെയാണ് ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്ന് പറയുക. ഓക്കെ, ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് ABCDE എന്നുള്ള ഡിഫറെന്റ് ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് നെറ്റ്വർക്കിന് ഇത്ര ബിറ്റ്, ഹോസ്റ്റിന് ഇത്ര ബിറ്റ് എന്ന് ഓരോ ക്ലാസ്സിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ലാതെ ഫ്ലെക്സിബിൾ ആയിട്ട് ആ സമയത്തുള്ള നീഡ് അനുസരിച്ചിട്ട് ഹോസ്റ്റ് ആൻഡ് നെറ്റ്വർക്ക് ബിറ്റിന് അസൈൻ ചെയ്യുന്നതാണ് ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്ന് പറയും. ഓക്കെ, സോ സബ്നെറ്റിംഗ് ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് മോർ എഫിഷ്യന്റ് ആൻഡ് മാനേജബിൾ. ആൻഡ് വാട്ട് ഈസ് സബ്നെറ്റ്? പേര് തന്നെയുണ്ട്, സബ്നെറ്റ്. ചെറിയ ചെറിയ നെറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നെറ്റ്വർക്ക്സ് ആക്കി ഡിവൈഡ് ചെയ്യുക. ഇനി എന്താണ് സബ്നെറ്റ് മാസ്കിന്റെ നീഡ് അല്ലെങ്കിൽ ആവശ്യം എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് ദ ഇഷ്യൂസ് that may happen in classful addressing. That is, ക്ലാസ് എ ക്ലാസ് ബിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ the class A consists of 24-bit host bits and class B consists of 16-bit host bits. Okay, so class A ക്ക് 2^24 number of hosറ്റും 2^16 number of host അല്ലെങ്കിൽ അത്രയും IP അഡ്രസ് ക്ലാസ് ബിയിലും ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഈസ് വെരി ഹ്യൂജ് ടു ഹാൻഡിൽ. ഓക്കെ, മാത്രമല്ല അതിലുള്ള പല IP അഡ്രസ്സുകളും യൂസ് ചെയ്യപ്പെടാതെ പോകാം. കാരണം ഇത്രയും നമ്പർ ഓഫ് ഹോസ്റ്റുകളൊന്നും ഒരു നെറ്റ്വർക്കിൽ ഉണ്ടാവില്ല. സോ അതിനെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നത്, വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്ക്. ഓക്കെ, വാട്ട് ഈസ് മാസ്ക്? ആക്ച്വലി മാസ്ക് 24, ക്ലാസ് സിനെ സംബന്ധിച്ചിടത്തോളം 24 ആയിരിക്കും അതിന്റെ ഡിഫോൾട്ട് നെറ്റ്വർക്ക് മാസ്ക്. ആ മാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ബിറ്റാണ് നെറ്റ്വർക്കിന് വേണ്ടി അസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് മാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ മാസ്ക് നെറ്റിനെയും ഹോസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ഈ നെറ്റ്വർക്ക് മാസ്ക് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്? വി വർക്ക് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ബോറോയിങ് ബിറ്റ് ഫ്രം ഹോസ്റ്റ് പാർട്ട്. ഹോസ്റ്റ് പാർട്ടിൽ നിന്നും ബിറ്റ് ബോറോ ചെയ്യുന്നു, എന്നിട്ട് അത് യൂസ് ചെയ്തിട്ടായിരിക്കും സബ്നെറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് വിൽ ബി ദ സബ്നെറ്റ് പാർട്ട്. ഓക്കെ, ദെൻ ക്ലാസ് ബി അഡ്രസ്സിൻ്റെ അകത്ത് എങ്ങനെയാണ് ബോറോ ചെയ്യുന്നത് എന്നുള്ള കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് ബിയിൽ ആക്ച്വലി 16 is the default bit reserved for network and 16 is the bits reserved for host. സോ സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ഹോസ്റ്റ് പാർട്ടിൽ നിന്നും കുറച്ച് ബിറ്റുകൾ ഇങ്ങോട്ട് കടം വാങ്ങിക്കുന്നു, മീൻസ് ബോറോ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ ഒരു എക്സാമ്പിളിന്റെ കേസിൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസ് ബി അഡ്രസ് ആണെന്ന് വിചാരിക്കുക. ഇത് ക്ലാസ് ബി അഡ്രസ് ആണ്, ബിക്കോസ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും യെസ് ഇറ്റ് ഈസ് ക്ലാസ് ബി അഡ്രസ്. ദെൻ നെറ്റ്വർക്കിന് 16 ബിറ്റ്സ് ആണ് റിസർവ് ചെയ്തിട്ടുള്ളത്, ഹോസ്റ്റിന് 16 ബിറ്റ്. ബട്ട് ഹിയർ 1 2 3 4 5 6 ബിറ്റ്സ് ഹോസ്റ്റിൽ നിന്നും ബോറോ ചെയ്തിരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് വൈ ബൈ ഡിഫോൾട്ട് ദ സബ്നെറ്റ് മാസ്ക് ഫോർ ക്ലാസ് ബി അഡ്രസ്സിൻ്റെ അകത്ത് നമ്മൾ 16 ആയിരുന്നു വേണ്ടിയിരുന്നത്. ബട്ട് ഇവിടെ bar22 എന്നിട്ടു. എന്തുകൊണ്ടാണ് bar22 ഇട്ടത്? ബിക്കോസ് 6 ബിറ്റ്സ് ഹോസ്റ്റ് പാർട്ടിൽ നിന്നും ഇവിടെ ബോറോ ചെയ്തു, അതുകൊണ്ടാണ് bar22 ഇട്ടത്. ഓക്കെ, സോ ക്ലാസ് ബി അഡ്രസ്സിൻ്റെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് എത്രയായിരുന്നു?
ക്ലാസ് ബി അഡ്രസ് ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് എത്രയാണ്? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഇന്നലെ ചോദിച്ചതാണ്, ആൻസർ പറഞ്ഞതുമാണ്. ക്ലാസ് ബി അഡ്രസ് ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. നമുക്ക് ഈ മൊഡ്യൂൾ തീർത്തിട്ട് ഒന്നൊരു സമ്മറൈസ് ചെയ്യേണ്ടതാണ്. ക്ലാസ് ബി അഡ്രസ് ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് എത്രയാണ്? പ്ലീസ് റിപ്ലൈ ഫാസ്റ്റ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ക്ലാസ് ബി അഡ്രസ്സിന്റെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് എത്രയാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് ഓഫ് ക്ലാസ് ബി അഡ്രസ്. യെസ്, ബാക്കി 0.0 കൂടി അവിടെ ഉണ്ടാവും. ഓക്കെ, 255.255.0.0 ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ ക്ലാസ് ബി അഡ്രസ്. ഓക്കെ, ഈ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു ക്ലാസ് ബിയിലുള്ളതാണ്. കാരണം ഇതിൻ്റെ 16 ബിറ്റ് നെറ്റ്വർക്കിനും ബാക്കി 16 ബിറ്റ് ഹോസ്റ്റിനും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ബാർ 22 എന്ന് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ 6 ബിറ്റ്സ് ഹോസ്റ്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് ബോറോ ചെയ്തു. സോ ആ സമയത്ത് ഇവിടെ 255.252.252.0 എന്ന് വന്നു. ഇവിടെ എന്തുകൊണ്ടാണ് 252 എന്ന് വന്നത്? 255.255.0.0 ആയിരുന്നു ആക്ച്വലി വേണ്ടിയിരുന്നത് ക്ലാസ് ബിനെ സംബന്ധിച്ചിടത്തോളം. But in this case, here it is the default subnet mask is 255.255.252.0. എന്തുകൊണ്ടാണ് ഇവിടെ എന്തുകൊണ്ടാണ് 252 വന്നത്? പ്ലീസ് റിപ്ലൈ ഫാസ്റ്റ്. ബിക്കോസ് നമ്മൾ ഇവിടുന്ന് 6 ബിറ്റ് ഹോസ്റ്റിൽ നിന്നും ഇങ്ങോട്ട് ബോറോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6 ബിറ്റ്സ് ബോറോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ഈ സബ്നെറ്റ് മാസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? 2⁻7 പ്ലസ്, അതായത് ഓരോ ബിറ്റിന്റെ 2⁻7 പ്ലസ് 2⁻6 പ്ലസ് 2⁻5 എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യില്ലേ? സോ ഇവിടെ 2⁻7 പ്ലസ് 2⁻6 പ്ലസ് 2⁻5 പ്ലസ് 2⁻4 പ്ലസ് 2⁻3 പ്ലസ് 2⁻2. അതാണ് 252. ഓക്കെ, ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. ഇനി നമ്മളൊരു എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. Class C, this is a class C address and its default subnet mask is 255.255.255.0. എങ്ങനെയാണ് വന്നത്? ഫസ്റ്റത്തെ ഇത്രയും ബിറ്റ് 1 നെറ്റ്വർക്കിന്, ഇതും നെറ്റ്വർക്ക്, ഇതും നെറ്റ്വർക്ക്. സോ 2⁻7 പ്ലസ് 2⁻6 പ്ലസ് 2⁻5 പ്ലസ് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 255 ആണ് കിട്ടുക. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു കാര്യം, സബ്നെറ്റ് എത്ര ക്രിയേറ്റ് ചെയ്യുന്നു? നമുക്ക് എത്ര സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? എത്രയായിരുന്നു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? 2⁻n. വാട്ട് ഈസ് ദിസ് n? The number of bits borrowed from host bit. ഹോസ്റ്റ് ബിറ്റിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് ദിസ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബിറ്റാണ് ഹോസ്റ്റ് പാർട്ടിൽ നിന്നും ബോറോ ചെയ്തിരിക്കുന്നത്. 2⁻1 2 നെറ്റ്വർക്ക് സബ്നെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയുള്ള ഓരോ സബ്നെറ്റിലും എത്ര IP അഡ്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? എത്ര IP അഡ്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 2⁻n, where this small n is equal to number of bit remaining in the host part. ഓക്കെ, ഹോസ്റ്റ് പാർട്ടിനകത്ത് എത്ര ബിറ്റ് ഇപ്പം ബാക്കിയുണ്ട്? 2⁻, അത്രയും ബിറ്റുകളായിരിക്കും, അത്രയും IP അഡ്രസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ആ ഒരു സബ്നെറ്റിൽ എത്ര ഹോസ്റ്റിന് അല്ലെങ്കിൽ എത്ര മെഷീൻസിന് നമുക്ക് IP അഡ്രസ് അസൈൻ ചെയ്യാൻ പറ്റും? അത് ഈ 2⁻n -2 കൂടി വരും. എന്തുകൊണ്ടാണ് -2 വരുന്നത്? The first address will be always used for the network address and the second the last IP address will be always used for broadcast address. അതിൻ്റെ ഇടയിലുള്ള ഈ IP അഡ്രസ്സുകൾ മാത്രമേ നമുക്ക് മെഷീൻസിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദ നമ്പർ ഓഫ് ഹോസ്റ്റ് ഇൻ ഈച്ച് സബ്നെറ്റ് -2 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ മേ ബി എക്സാമിന് ഒരു പ്രോബ്ലം ഇങ്ങനെ വരാം. അത് ആക്ച്വലി ഇതൊക്കെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ആണ്. ബട്ട് KTU ഓരോ സെം കഴിയുന്തോറും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടുന്നുണ്ട്. സോ മേ ബി ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതായത് നിങ്ങളോട് സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു. ആക്ച്വലി ദിസ് ഈസ് എ ക്ലാസ് C അഡ്രസ്. ബൈ ഡിഫോൾട്ട് 24 ആയിരുന്നു വേണ്ടിയിരുന്നത്. ബട്ട് വി ഹാവ് 25. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് ബാർ 25 ആണ്. അപ്പം ബാർ 25 എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈ ദാറ്റ് ഏത് ക്ലാസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇത് ക്ലാസ് C ആണ്. സോ 24 ആണ് വേണ്ടത്.
ബട്ട് ഇവിടെ 25 ഉണ്ട്, വിച്ച് മീൻസ് ഇവിടുന്ന് ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് ഒരു ബിറ്റ് ഇങ്ങോട്ടേക്ക് ബോറോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, now the default subnet mask for class C address is 225.225.225.0, but here we borrowed one bit from the host part, so that part 2 raised to 7 ആയിരിക്കും ഉണ്ടാവുക. നമ്മളിവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ 2 raised to 7, 2 raised to 6 ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. So in the same way, in this question, it borrowed one bit from host part. So 2 raised to 7. 2 raised to 7 is 128. So 128, 255.255.255.128 is the default subnet mask for this IP. This IP means bar 25 ആയതുകൊണ്ട്. Okay. Then അതിനുശേഷം നിങ്ങളോട് ചോദിക്കാം, ഇതിൻ്റെ അകത്ത് നിന്ന് എത്ര സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? 2 raised to n, where n is the number of bit borrowed from here. ഇവിടെ ഒരു ബിറ്റാണ് ഇങ്ങോട്ട് ബോറോ ചെയ്തത്. 2 raised to 1 equal to 2. നമ്പർ ഓഫ് IP അഡ്രസ് ഇൻ ഈച്ച് സബ്നെറ്റ്. ഈ ഓരോ ക്രിയേറ്റ് ചെയ്ത സബ്നെറ്റിൻ്റെ അകത്തും എത്ര IP അഡ്രസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? 2 raised to small n, where small n is the number of bit remaining in the host part, that is 7. So 2 raised to 7, 128. നമ്പർ ഓഫ് ഹോസ്റ്റ് ഇൻ ഈച്ച് നെറ്റ്വർക്ക്, എത്ര IP അഡ്രസ് മെഷീൻസിന് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും? സോ -2 കൂടി ചെയ്യണം. സോ 126. ദിസ് ഈസ് ദ സബ്നെറ്റ് മാസ്ക് പ്രോബ്ലം. ഓക്കെ, മുന്നേ പറഞ്ഞ പോലെ കുറച്ച് അഡ്വാൻസ് ലെവലാണ്, ബട്ട് മേ ബി എക്സാമിൽ ചോദിക്കാം. അത് ക്ലിയർ ആണോ എന്ന് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. സബ്നെറ്റ് മാസ്ക് എന്നുള്ള കൺസെപ്റ്റ് ഓക്കെ ആണോ ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് ചെറിയ ഒരു കമ്പാരിസൺ കൂടി നോക്കിയിട്ട് ഈ ഒരു മൊഡ്യൂൾ സമ്മറൈസ് ചെയ്യാം. പ്ലീസ് റെസ്പോണ്ട്. സബ്നെറ്റ് മാസ്ക് എന്നുള്ള കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. സോ ബാക്കിയുള്ള എല്ലാവർക്കും ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഫൈനലി വി ഹാവ് ക്ലാസ്ഫുൾ വെർസസ് ക്ലാസ്ലെസ് അഡ്രസ്സിംഗ്. ക്ലാസ്ലെസ് അഡ്രസ്സിംഗ്, ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് നമ്മൾ വ്യത്യാസം അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ക്ലാസ്ഫുൾ അഡ്രസ്, എന്താണ് ക്ലാസ്ലെസ് അഡ്രസ് എന്നുള്ളത്. ക്ലാസ്ഫുള്ളിന് ഫിക്സഡ് ബൗണ്ടറീസ് ഉണ്ടാവും. ഇത്ര പാർട്ട് നെറ്റ്വർക്കിന്, ഇത്ര പാർട്ട് ഹോസ്റ്റിന്, എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. മീൻസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നെറ്റ്വർക്കിനെ കൂട്ടാനോ ഹോസ്റ്റിനെ കുറക്കാനോ പറ്റില്ല. വി ക്യാൻ ഡു ദാറ്റ് ബൈ യൂസിങ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സബ്നെറ്റ് മാസ്ക്. അല്ലാതെ ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫിക്സഡ് ബൗണ്ടറീസ് ആണ്, അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇൻ ദ സെയിം വേ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് നോ ഫിക്സഡ് ബൗണ്ടറീസ്, so do not limit the flexibility. And classful addressing limit the number of address that can be assigned. അതായത് നെറ്റ്വർക്കിന് ഇത്ര, ഹോസ്റ്റിന് ഇത്ര നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിമിറ്റ് ദ നമ്പർ ഓഫ് അഡ്രസ്സസ് ദാറ്റ് ക്യാൻ ബി അസൈൻഡ്. ബട്ട് ക്ലാസ്ലെസിന്റെ കേസിൽ അങ്ങനെയല്ല. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ബിറ്റിനെ നെറ്റ്വർക്ക് പാർട്ടിലോ അല്ലെങ്കിൽ ഹോസ്റ്റ് പാർട്ടിലോ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് ഡു നോട്ട് ലിമിറ്റ് ദ നമ്പർ ഓഫ് അഡ്രസ്സസ് ദാറ്റ് ക്യാൻ ബി അസൈൻഡ്. RIP പ്രോട്ടോകോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള RIP പ്രോട്ടോകോൾ ഈസ് ബേസ്ഡ് ഓൺ ദ ക്ലാസ്ഫുൾ കൺസെപ്റ്റ്. ആൻഡ് ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് BGP ഒക്കെയുള്ള പ്രോട്ടോകോൾസ്. BGP, ISIS എന്ന് ഈ പ്രോട്ടോകോൾസ് ഒക്കെ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് ആണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ നെറ്റ്വർക്കിൻ്റെ അകത്ത് ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈവൻ 32 ബിറ്റ് അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുക. എങ്ങനെയായിരിക്കും ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിനെ ക്ലാസ്ലെസ് അഡ്രസ് ആക്കി മാറ്റുക? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഏത് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ക്ലാസ്ഫുൾ അഡ്രസ്സിനെ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് കൺസെപ്റ്റിലോട്ട് മാറ്റാൻ പറ്റുക? ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിനെ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്നുള്ള രീതിയിലോട്ട് മാറ്റാൻ പറ്റുന്നത് എന്ത് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്? ക്ലാസ്ഫുൾ അഡ്രസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ക്ലാസ്ലെസ് അഡ്രസ് എന്താണെന്ന് മനസ്സിലായി. സോ ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിനെ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എഫക്റ്റിലോട്ട് മാറ്റാൻ പറ്റുന്ന ടെക്നിക്ക് എന്താണ്? Classful address means what? Fixed number of network and fixed number of host part will be there. Classless addressing എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയല്ല. നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഹോസ്റ്റ് പാർട്ടും നെറ്റ്വർക്ക് പാർട്ടിലുള്ള ബിറ്റുകളുടെ എണ്ണം മാറ്റാൻ പറ്റും. സോ ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിനെ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്നുള്ള രീതിയിലോട്ട് മാറ്റാൻ പറ്റുന്ന ടെക്നിക്ക് എന്താണ്? Please respond.
വോയിസ് ക്ലിയർ അല്ലേ? ക്ലാസ് ഫുൾ അഡ്രസ് എന്താണെന്ന് മനസ്സിലായി, ക്ലാസ്ലെസ് അഡ്രസ് എന്താണെന്ന് മനസ്സിലായി. സോ ക്ലാസ് ഫുൾ അഡ്രസ്സിനെ ക്ലാസ്ലെസ് അഡ്രസ്സിങ്ങിന്റെ എഫക്റ്റിലോട്ട് മാറ്റാൻ പറ്റുന്ന ആ ഒരു ടെക്നിക്ക് എന്താ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്ന് റിപ്ലൈ ചെയ്ത. വോയിസ് ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്യാവോ? ഓക്കെ ഫൈൻ. സോ ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഫുൾ അഡ്രസ്സിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ക്ലാസ്സസ് ആക്കി ഡിവൈഡ് ചെയ്യും. ABCD ഓരോന്നിനും ഇത്ര നമ്പർ ഓഫ് നെറ്റ്വർക്ക്, ഇത്ര നമ്പർ ഓഫ് ഹോസ്റ്റ് ബിറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ക്ലാസ്ലെസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ലാത്തത് തന്നെയാണ് ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്ന് പറയുക. സോ ക്ലാസ് ഫുൾ അഡ്രസ്സിങ്ങിനെ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്നുള്ള രീതിയിലോട്ട് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്തായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയിട്ടല്ലേ ഉള്ളൂ ആ ഒരു ടോപ്പിക്ക്. വേരിയബിൾ ലെങ്ത് സബ്നെറ്റ് മാസ്ക്. സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സബ്നെറ്റ് മാസ്ക് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള ഇത് കൂട്ടുക അല്ലേ ചെയ്യുന്നത്. ഹോസ്റ്റിൽ നിന്നും ബോറോ ചെയ്തിട്ട് ഒരു വേരിയബിൾ ലെങ്ത് ആക്കി മാറ്റിയല്ലേ ചെയ്യുന്നത്. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർ ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ദിസ് ഈസ് ദ ലാസ്റ്റ് ടോപ്പിക്. ഓക്കെ ആണോ? ഇതാണ് ക്ലാസ് ഫുൾ അഡ്രസ്സിങ്. ഇവിടെ നമുക്ക് ഇത്ര നെറ്റ്വർക്ക് പാർട്ട്, ഇത്ര ഹോസ്റ്റ് പാർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പാർട്ട് ഹോസ്റ്റിൽ നിന്നും ബോറോ ചെയ്തിട്ട് സബ്നെറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു. വിച്ച് മീൻസ് നമ്മൾ ഇതിനെ നമ്മളെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട് ഈ നെറ്റ്വർക്കിന്റെ സൈസ് കൂട്ടാനും കുറക്കാനും പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് എസ്പെഷ്യലി ക്ലാസ് എ ക്ലാസ് ബി അഡ്രസ്സിന്റെ കേസിൽ. ഓക്കെ, സോ സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, hope it is clear. So these are the differences between classful and classless addressing. Classful addressing fixed boundaries and classless addressing not a fixed boundaries. So classful addressing limit flexibility and limit the number of addresses that can be assigned. But in classless addressing, it do not limit the flexibility and you do not limit the number of addresses that can be assigned. RIP is a classful addressing example and BGPI and ISS is classless addressing example. Okay, so this is about your fourth module. ഇതും കമ്പാരിറ്റീവ്ലി തേർഡ് module പോലെ ചെറിയൊരു മൊഡ്യൂൾ തന്നെയാണ്. It has 3 parts: congestion control algorithm, quality of service and internet networking. In internet networking, you have to study the IP addressing concept, IPv4, classful and classless addressing and subnetting concept. Okay, so ഇത്രയാണ് നിങ്ങളുടെ ഫോർത്ത് മൊഡ്യൂൾ. സോ ഈ നിങ്ങളുടെ ഫസ്റ്റ് സീരീസ് എക്സാം ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ എപ്പോഴും പറയാറുള്ളത് പോലെ തിയറി ക്വസ്റ്റ്യൻസ് മാർക്കിനനുസരിച്ച് മാത്രം അറ്റൻഡ് ചെയ്യുക. കഴിഞ്ഞ ഫസ്റ്റ് സീരീസിൻ്റെ അകത്തൊക്കെ ബട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴും കീ പോയിന്റ്സ് അതിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ 2 തരത്തിലുള്ള ആൻസേഴ്സ് പേപ്പേഴ്സും എനിക്ക് കഴിഞ്ഞ സീരീസിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് പലരും എഴുതിയിട്ടുണ്ട് ബട്ട് കീ പോയിന്റ്സ് അതിൽ ഉണ്ടായിട്ടില്ല. ദെൻ വേണ്ടതിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള ടൈം അവിടെ മിസ്സായി പോകും. ഓക്കെ, സോ മാർക്കിനനുസരിച്ചിട്ട് കീ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ട് മാത്രം എക്സാം എഴുതുക.
ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് ഈ 4th മൊഡ്യൂൾ സമ്മറൈസ് ചെയ്യാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ സമ്മറൈസേഷൻ നിങ്ങൾക്ക് മെറ്റീരിയൽ വായിക്കുമ്പോൾ അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് ഒന്നിച്ച് കേൾക്കുമ്പോൾ മെറ്റീരിയൽ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മൊഡ്യൂൾ 4 3 part congestion control algorithm, quality of service and IP related concept. Congestion control is a global issue where flow control is between a sender and a receiver. And congestion control techniques mainly classified into two: open loop and closed loop. Open loop means solved by using a good design. Closed loop based on feedback loop. Congestion control in virtual circuit and subnet include admission control, allow virtual circuit and negotiation between sender and receiver. Okay. Admission control means ഒരു പ്രോബ്ലം ഉണ്ടായാൽ പിന്നെ പുതിയ വെർച്വൽ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യില്ല. ഇത് വെർച്വൽ സർക്യൂട്ട് അലോ ചെയ്യും, ബട്ട് പ്രോബ്ലം ഏരിയയിൽ കെയർഫുള്ളി റൂട്ട് ചെയ്യും. ഓക്കെ, തേർഡ് വൺ, സെൻഡറിൻ്റെയും റിസീവറിൻ്റെയും ഇടയിൽ ഒരു നെഗോഷിയേഷൻ ഉണ്ടാക്കും. അതിൻ്റെ ബേസിസിൽ ഡാറ്റ സെൻഡ് ചെയ്യും. ആ സമയത്തും കൺജഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, then congestion control in datagram subnet. This is the congestion control technique in virtual circuit subnet, and this is the congestion control technique in datagram subnet. Warning bit, choke packet and hop by hop choke packet. In that hop by hop choke packet ഓരോ റൂട്ടറിൻ്റെ ഇടയിലും എന്താ ചെയ്യുന്നത്, അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഫ്ലോ റെഡ്യൂസ് ചെയ്യും. സോ ഇവിടെ എന്താണ്, നമ്മൾ എക്സ്ട്രാ ഒരു ബഫർ വെക്കേണ്ടി വരും. ഓക്കെ, ഓരോ അതായത് ഈ ചോക്ക് പാക്കറ്റ് തിരിച്ച് സെന്ററിൽ എത്തിയിട്ട് സ്പീഡ് കുറക്കുന്നതിന് പകരം ഓരോ റൂട്ടറിൽ നിന്നും സ്പീഡ് കുറക്കുന്നു. സോ വി ഹാവ് ടു പ്ലേസ് എ ബഫർ ഹിയർ ഇൻ ഈച്ച് ഇന്റർമീഡിയറ്റ് റൂട്ടർ. ലോഡ് ഷെഡിങ്, അതിനുശേഷമുള്ള കുറച്ച് ബാക്കി ടെക്നിക്കുകളാണ്. ലോഡ് ഷെഡിങ്, ജസ്റ്റ് ഡിസ്കാർഡ് ദ പാക്കറ്റ്. അതിൽ തന്നെ 2 ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു, വൈൻ ആൻഡ് മിൽക്ക്. വൈൻ മീൻസ് give importance to old packet and milk means give importance to new packet. Okay, random early detection, ഒരു പ്രോബ്ലം ഉണ്ടായി സോൾവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള ത്രഷോൾഡ് വാല്യൂ എത്തുമ്പോൾ തന്നെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് റാൻഡം ഏർലി ഡിറ്റക്ഷൻ. ഓക്കെ, സോ ഹിയർ ദർ വിൽ ബി എ ത്രഷോൾഡ് വാല്യൂ. ത്രഷോൾഡ് വാല്യൂ എത്തുമ്പോൾ തന്നെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുക. ദാറ്റ് ഈസ് റാൻഡം ഏർലി ഡിറ്റക്ഷൻ. ജിറ്റർ കൺട്രോൾ. Jitter means the delay in difference between the arrival of packets. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജിറ്റർ കൺട്രോൾ മെക്കാനിസം. നമ്മൾ ബഫറിംഗ് എന്ന് പറയുന്ന ടെക്നിക്കൊക്കെ യൂസ് ചെയ്യും, ബട്ട് വീഡിയോ കോൺഫറൻസിങ് പോലെയുള്ള ആപ്ലിക്കേഷനകത്ത് ഇത് പോസിബിൾ അല്ല. ദാറ്റ് ഇസ് അബൌട്ട് കൺജഷൻ കൺട്രോൾ അൽഗോരിതംസ്. സെക്കൻഡ് വൺ ഈസ് ക്വാളിറ്റി ഓഫ് സർവീസ്. ക്വാളിറ്റി ഓഫ് സർവീസ് മെയിനായിട്ടും മൾട്ടിമീഡിയ നെറ്റ്വർക്കിങ്ങിൻ്റെ കേസിലാണ് മെയിനായിട്ടും വരുന്നത്. ആൻഡ് 4 primary parameters that ensures quality of services are reliability, delay, jitter and bandwidth. And there are different techniques for achieving quality of service, and that include over provisioning, buffering, traffic shaping, leaky bucket and token bucket algorithm, resource reservation, admission control, packet scheduling and proportional routing. Okay, over provisioning means what? Provide the resources more than that system wants or more than that flow wants. ആ ഒരു ഫ്ലോക്ക് വേണ്ടതിലും കൂടുതൽ റിസോഴ്സസിന് ഓവറായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ബട്ട് ഹിയർ ദ ഇഷ്യൂ ഈസ് കോസ്റ്റ്. ബഫറിംഗ് റിസീവർ സൈഡിലുള്ള ഒരു കൺസെപ്റ്റാണ്. ഒരു ബഫർ മെമ്മറിയിലോട്ട് ആഡ് ചെയ്യുന്നു, അവിടുന്ന് കോൺസ്റ്റന്റ് സ്പീഡിൽ യൂസർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ബട്ട് ബഫറിംഗ് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും, ലൈക്ക് വീഡിയോ കോൺഫറൻസിങ്. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ട്രാഫിക് ഷേപ്പിംഗ്. ഇവിടെ ട്രാഫിക് ഷേപ്പിംഗ് എന്നുള്ളത് സെൻട്രൽ സൈഡിൽ നിന്ന് തന്നെ ഒരു കറക്റ്റ് ഫ്ലോയിലായിരിക്കും ഡാറ്റ അയക്കുന്നുണ്ടാവുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ്? ബൈ യൂസിങ് എ സർവീസ് ലെവൽ അഗ്രിമെന്റ്. സർവീസ് ലെവൽ അഗ്രിമെന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഡാറ്റ അയക്കുന്നുണ്ടാവുക. ഈ സർവീസ് ലെവൽ അഗ്രിമെന്റ് എപ്പോഴും പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആ ടെക്നിക്കിനെയാണ് ട്രാഫിക് പോളിസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലീക്കി ബക്കറ്റ് അൽഗോരിതം. Leaky bucket algorithm means the concept with a bucket and a hole in the bottom. സോ എത്ര സ്പീഡിൽ വന്നു കഴിഞ്ഞാലും ഈ ബക്കറ്റിൽ നിന്നും നെറ്റ്വർക്കിലോട്ട് അല്ലെങ്കിൽ പുറത്തോട്ടേക്ക് പോകുന്നുണ്ടാവുക ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും. ഇൻ ദ സെയിം വേ പോസ്റ്റുകൾ എത്ര സ്പീഡിൽ അയച്ചു കഴിഞ്ഞാലും ബഫറിൽ സ്റ്റോർ ചെയ്യുന്നു, ബഫറിൽ നിന്നും നെറ്റ്വർക്കിലോട്ട് എൻ്റർ ചെയ്യുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് leaky bucket algorithm. And what is the problems with the leaky bucket algorithm?
വാട്ട് ആർ ദ പ്രോബ്ലംസ്? വൺ, നെറ്റ്വർക്കിൽ ഇവിടെ ട്രാഫിക് ഇല്ല എങ്കിൽ പോലും ഇവിടെ സ്പീഡപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല, എപ്പോഴും ഈ കോൺസ്റ്റന്റ് ഫ്ലോയിലേ പോകുള്ളൂ. ടു, ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റ് ലോസ് ആയി പോകാൻ സാധ്യതയുണ്ട്. 3, ഒരു വലിയ പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതും ഒന്നിച്ചിട്ട് പോകാനുള്ള ഒരു മെക്കാനിസം ഇല്ല, അതും ഈ ഒരു സ്ലോ റേറ്റിൽ മാത്രമേ പോകുള്ളൂ. ഓക്കെ, ദീസ് ആർ ദ 3 പ്രോബ്ലം. ഇൻ ഓർഡർ ടു സോൾവ് ദിസ് പ്രോബ്ലം വി ഇൻട്രൊഡ്യൂസ് ടോക്കൺ ബക്കറ്റ് അൽഗോരിതം. വാട്ട് ഈസ് ദ കൺസെപ്റ്റ്? ഈ ബക്കറ്റിൻ്റെ അകത്ത് കുറച്ച് ടോക്കൺസ് ഉണ്ടാവും. ദ ടോക്കൺ വിൽ ബി ജനറേറ്റഡ് ഇൻ എവരി ഡെൽറ്റ ടി സെക്കൻഡ്. സോ ബേസ്ഡ് ഓൺ ദ നെറ്റ്വർക്ക് കണ്ടീഷൻ, നെറ്റ്വർക്ക് ഇപ്പം വലിയ ട്രാഫിക് ഒന്നും ഇല്ല എങ്കിൽ മോർ നമ്പർ ഓഫ് ടോക്കൺസ് ക്യാൻ ബി ക്രിയേറ്റഡ്. അങ്ങനെ ടോക്കൺ എടുത്തതിന് ശേഷം മാത്രമേ പാക്കറ്റിന് നെറ്റ്വർക്കിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ ബഫറിലോട്ട് വരുള്ളൂ, അല്ലെങ്കിൽ അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓവർഫ്ലോ ചെയ്തിട്ട് പാക്കറ്റ് ലോസ് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. 2, ഇവിടെ ട്രാഫിക് കുറവാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ടോക്കൺസ് ഉണ്ടാക്കാൻ പറ്റും. ആ ടോക്കൺസിന് പാക്കറ്റിന് നെറ്റ്വർക്കിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. 3, ഇവിടെ ഒരു പാക്കറ്റ് എത്ര വലിയ പാക്കറ്റ് ആണെങ്കിലും ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിച്ചിട്ട് അതിന് പോകാൻ വേണ്ടി പറ്റും. Okay, so the issues with the leaky bucket algorithms are solved by using the token bucket algorithm. Okay, so these are the difference between leaky bucket and token bucket algorithm. Then we discussed resource reservation. What is resource reservation? Reserve the resources needed for a particular flow. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫ്ലോക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസിനെ റിസർവ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ ബാൻഡ് വിഡ്ത്ത്, ബഫർ സ്പേസ് ആൻഡ് CPU സൈക്കിൾ. അങ്ങനെ റിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഹൈ ക്വാളിറ്റി കൊടുത്ത് തന്നെ നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വാസ് പ്രൊപ്പോർഷണൽ റൂട്ടിംഗ്. പ്രൊപ്പോർഷണൽ റൂട്ടിങ്ങിന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു? ആർക്കും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൊപ്പോർഷണൽ റൂട്ടിംഗ്? ജസ്റ്റ് ആ കീ പോയിന്റ് മാത്രം ഒന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൊപ്പോർഷണൽ റൂട്ടിംഗ്? Anyone? What is the concept of proportional routing? ആ കീ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. I just want that key point. Proportional routing. Anyone? പ്രൊപ്പോർഷണൽ റൂട്ടിംഗ് കീ പോയിന്റ് പെട്ടെന്ന് റിപ്ലൈ ചെയ്യൂ. നമുക്ക് ബാക്കി ടോപ്പിക്കും കൂടി സമ്മറൈസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, യു ക്യാൻ സീ ദ സ്ലൈഡ് നൗ. സോ വാട്ട് ഈസ് ദ കീ പോയിന്റ് ഹിയർ? Proportional routing key point, please reply. Yes, of course, divide the traffic or split the traffic. Traffic നെ split ചെയ്യുക. എല്ലാം ഒരു പാത്ത് വഴി അയക്കുന്നതിന് പകരം each router will be having second best route or third best route. നമ്മൾ റൂട്ടിംഗ് അൽഗോരിതത്തിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ പോസിബിൾ റൂട്ടിങ്ങും ഓരോ റൂട്ടർക്കും അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് നിന്ന് ഒന്ന് ബെസ്റ്റ് സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാം ഈ ബെസ്റ്റ് റൂട്ട് വഴി അയക്കുന്നതിന് പകരം സെക്കൻഡ് ബെസ്റ്റിലും തേർഡ് ബെസ്റ്റിലും കുറച്ച് ഡിവൈഡ് ചെയ്തിട്ട് അയക്കുക. സോ ഈക്വലി ഡിവൈഡ് ദ ട്രാഫിക് ആൻഡ് സെൻഡ് ത്രൂ ഡിഫറെൻറ്റ് റൂട്ട്സ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ റൂട്ടിംഗ്. ചില സിറ്റുവേഷൻ്റെ അകത്ത് നമുക്ക് ഇത് കൂടുതൽ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം ഒരു വഴി തന്നെ അയച്ചിട്ട് സ്പീഡ് കുറയുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി കുറയുന്നതിനെക്കാട്ടും ചില സിറ്റുവേഷൻ്റെ അകത്ത് ഈ പ്രൊപ്പോർഷണൽ റൂട്ടിംഗ് വിൽ ബി ഹെൽപ്ഫുൾ. നെക്സ്റ്റ് ഈസ് പാക്കറ്റ് ഷെഡ്യൂളിംഗ്. പാക്കറ്റ് ഷെഡ്യൂളിംഗ് മീൻസ് അഗ്രസീവ് ആയിട്ടൊരു സെൻഡർ ഉണ്ടായിരിക്കും. അഗ്രസീവ് ആയിട്ടുള്ള സെൻഡർ, അതായത് ലാർജ് നമ്പർ ഓഫ് സെൻഡേഴ്സ് ഉണ്ടാവും ഒരു കോമൺ മീഡിയ ഷെയർ ചെയ്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു അഗ്രസീവ് ആയിട്ടുള്ള സെൻഡർ ആ ബാൻഡ് വിഡ്ത്ത് മൊത്തം എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ അവസരം അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. അത് ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പാക്കറ്റ് ഷെഡ്യൂളിംഗ്. വിച്ച് മീൻസ് ഓരോ സെൻഡർക്കും അല്ലെങ്കിൽ ഓരോ ഹോസ്റ്റിനും അവരുടേതായിട്ടുള്ള ഒരു ടൈം കൊടുക്കണം ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് കൊണ്ടുവന്ന ടെക്നിക്കാണ് പാക്കറ്റ് ഷെഡ്യൂളിംഗ്. And we use a fair queuing algorithm. Fair queuing algorithm means by using the concept of round robin concept. ഓരോ സെൻഡറിനും ഒരു ക്യൂ ഉണ്ടാവും. ആ ക്യൂവിൻ്റെ അകത്ത് ഓരോരുത്തർക്കും സെൻഡ് ചെയ്യാനുള്ള സ്പെസിഫിക് ടൈമും കൊടുക്കും ബൈ യൂസിങ് എ റൗണ്ട് റോബിൻ മെക്കാനിസം. അങ്ങനെ എല്ലാവർക്കും അവസരം കിട്ടും ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ബട്ട് ഇവിടെയും ഒരു പ്രോബ്ലം വരുന്നത് ചിലപ്പം പാക്കറ്റുകളുടെ സൈസ് വളരെ കൂടുതലായിരിക്കും. അപ്പം ഒരു സെൻഡർക്ക് കൂടുതൽ അവസരം കിട്ടും, വലിയൊരു പാക്കറ്റ് മൊത്തം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈറ്റ് ബൈ റൗണ്ട് റോബിൻ മെക്കാനിസം യൂസ് ചെയ്യും. എത്ര വലിയ പാക്കറ്റ് ആണെങ്കിലും ഒന്നിച്ചയക്കുന്നതിന് പകരം ബൈറ്റ് ബൈ ബൈറ്റ് ആയിരിക്കും ഓരോ സെൻഡർക്കും അവസരം കൊടുക്കുക. സോ ദാറ്റ് ടെക്നിക് ഈസ് കോൾഡ് ബൈറ്റ് ബൈ ബൈറ്റ് റൗണ്ട് റോബിൻ. ദെൻ ഇതിൽ ഒരു വേരിയേഷൻ കൂടിയുണ്ട്, വെയ്റ്റഡ് ഫെയർ ക്യൂയിങ്, വിച്ച് മീൻസ് ചില മെസ്സേജുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളായിരിക്കും, ഹൈ പ്രയോറിറ്റി മെസ്സേജസ് ആയിരിക്കും. അങ്ങനെയുള്ള മെസ്സേജസിനെ അയക്കാൻ വേണ്ടി നമ്മൾ വെയ്റ്റഡ് ഫെയർ ക്യൂയിങ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് പാക്കറ്റ് ഷെഡ്യൂളിംഗ്. സോ ഇവിടുത്തെ കീ പോയിന്റ്സ് ഒന്ന്, ഈ ഒരു അഗ്രസീവ് സെൻഡർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഫെയർ ക്യൂയിങ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം, ബൈറ്റ് ബൈ ബൈറ്റ് റൗണ്ട് റോബിൻ ഉണ്ടായിരിക്കണം, വെയ്റ്റഡ് ഫെയർ ക്യൂയിങ് ഉണ്ടായിരിക്കണം. സോ ഇങ്ങനെയുള്ള കീ പോയിന്റ്സ് എല്ലാ ടോപ്പിക്കുകളുടെ അണ്ടറിലും ഉണ്ടായിരിക്കും. സോ അതാണ് പറഞ്ഞത്, എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ ഏത് ടോപ്പിക് ആണെങ്കിലും ഇങ്ങനെയുള്ള കീ പോയിന്റ്സ് അതിലുണ്ടായിരിക്കണം. അതുണ്ടായാലേ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് വീഴുള്ളൂ. അതേപോലെ നിങ്ങൾ എത്ര കൂടുതൽ എഴുതിയിട്ടും കാര്യമില്ല, ആ പോയിന്റ്സ് അതിലുണ്ടായിരിക്കണം. സോ മാർക്കിനനുസരിച്ചിട്ട് കീ പോയിന്റ്സ് മാക്സിമം ഉൾപ്പെടുത്തിയിട്ട് തന്നെ നിങ്ങൾ ആൻസർ എഴുതാൻ ശരിക്കുക. ദെൻ അഡ്മിഷൻ കൺട്രോൾ. അഡ്മിഷൻ കൺട്രോൾ നമ്മൾ മുന്നേ പഠിച്ച കൺസെപ്റ്റ് തന്നെ. ഒരു ക്വാളിറ്റി ഓഫ് സർവീസ് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ളതിനെ അഡ്മിറ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അഡ്മിഷനെ കൺട്രോൾ ചെയ്യുക, എന്നിട്ട് ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ക്വാളിറ്റി ഓഫ് സർവീസ് മെക്കാനിസംസ്. ഓക്കെ, അതും എല്ലാവർക്കും ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ റിപ്പീറ്റ് ചെയ്യപ്പെട്ട ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. Then finally the third portion or the final portion of this module, internetworking. How network differs. നെറ്റ്വർക്ക് ഏതൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഡിഫർ ചെയ്യുന്നത്? സർവീസ് ഓഫേർഡ്, പ്രോട്ടോകോൾ, അഡ്രസ്സിംഗ്, മൾട്ടികാസ്റ്റിംഗ്, പാക്കറ്റ് സൈസ്, ക്വാളിറ്റി ഓഫ് സർവീസ്, എറർ ഹാൻഡ്ലിംഗ്, ഫ്ലോ കൺട്രോൾ. ബേസ്ഡ് ഓൺ ദീസ്, ഈ ക്രൈറ്റീരിയ ഒക്കെ ബേസ് ചെയ്തിട്ട് നെറ്റ്വർക്ക് ഡിഫർ ചെയ്യപ്പെടുന്നുണ്ട്. Then main topic IPv4. It's a very important topic. IPv4 ന്റെ ഹെഡർ ഫോർമാറ്റ്, അതിൽ എന്തൊക്കെയാണുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യണം, നീറ്റായിട്ട് ഡയഗ്രാം വരക്കണം. വേർഷൻ, ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നത്, IHL ഹെഡർ ലെങ്ത്, എത്ര ആണ് ഹെഡർ ലെങ്ത്, ഡിഫറൻഷിയേറ്റഡ് സർവീസ് ഓർ ടൈപ്പ് ഓഫ് സർവീസ്, വാട്ട് ടൈപ്പ് സർവീസ് ഇറ്റ് ഈസ് ഓഫേർഡ്, ടോട്ടൽ ലെങ്ത്, ദ ലെങ്ത് ഓഫ് ദ ഹെഡർ പ്ലസ് ഡാറ്റ, ഐഡന്റിഫിക്കേഷൻ. ഒരു പാക്കറ്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ആ പാക്കറ്റ് ഏത് ഫ്ലോയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏത് പാക്കറ്റ് ഏത് ലാർജ് മെസ്സേജിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഐഡന്റിഫിക്കേഷൻ. DF മീൻസ് ഡോൺ ഫ്രാഗ്മെന്റ്, MF മീൻസ് മോർ ഫ്രാഗ്മെന്റ്. ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ്? ആർക്കും പറയാൻ പറ്റുമോ? ഒരു പാക്കറ്റ് അയച്ചു കഴിഞ്ഞാൽ അത് ഇന്ന മെസ്സേജിൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലായി, ബട്ട് ആ മെസ്സേജിന്റെ എവിടെ പ്ലേസ് ചെയ്യണം? പല പല പാർട്ടായിട്ടായിരിക്കും ആ മെസ്സേജ് ഡിവൈഡ് ചെയ്ത്. ഡൈനാമിക് റൂട്ടിംഗ് ആണെങ്കിൽ കറക്റ്റ് ഓർഡറിലായിരിക്കില്ല വരുന്നുണ്ടാവുക. സോ ആ പാക്കറ്റിന്റെ ആ മെസ്സേജിന്റെ എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ്. ടൈം ടു ലീവ് ഈസ് ദ ഏജ് ഫീൽഡ് പ്രോട്ടോകോൾ, ഏത് UDP ആണോ DCP ആണോ, ഹെഡർ ചെക്സം ഫോർ എറർ കറക്ഷൻ, സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്, ആൻഡ് ഫൈനലി ഓപ്ഷണൽ ഫീൽഡ്. ദീസ് ആർ ദ ഡിഫറെന്റ് IPv4 packet header parts. Then we discuss the IP addressing. IP addressing the different classes. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് ക്ലാസ്ഫുൾ അഡ്രസ്സിംഗ് എന്ന് പറയുക. ഡോട്ടഡ് ഡെസിമൽ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ദെൻ സബ്നെറ്റിംഗ്. ക്ലാസ്ഫുൾ അഡ്രസ്സിങ്ങിൻ്റെ അകത്ത് കുറച്ചുകൂടി എഫിഷ്യൻറ്റും മാനേജബിളും ആക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് സബ്നെറ്റിംഗ് കൺസെപ്റ്റ്. That we discussed just now in the beginning of this class. What is subnet? What is mask? എങ്ങനെയാണ് മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് ബിറ്റ് ബോറോ ചെയ്തിട്ടാണ്. Then എങ്ങനെയാണ് how to calculate the number of subnet created and how to calculate the number of IP address in each network and number of hosts that can be supported by each subnet. ഒന്ന് 2n, ഇത് എത്ര ബിറ്റ് ബോറോ ചെയ്തു എന്നാണ്. ഈ 2n എത്ര ബിറ്റ് ഹോസ്റ്റിന്റെ കയ്യിൽ ബാക്കിയുണ്ട്, അത് -2 ആയിരിക്കും എത്ര മെഷീൻസിന് നമുക്കിത് അലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ മേ ബി പ്രോബ്ലം ചോദിക്കാം യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ. Finally, the difference between classful address and classless addressing. Okay, so ഇത്രയുമാണ് നിങ്ങളുടെ fourth module topics. Okay, so എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്ത fourth module ഓക്കെ ആണ് എല്ലാവർക്കും? ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾക്ക്
മുന്നേ കേട്ട അല്ലെങ്കിൽ മുന്നത്തെ ക്ലാസ്സുകളിൽ കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റിഫ്രഷ് ചെയ്തതാണ്. 4th മൊഡ്യൂൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? കമ്പാരറ്റീവ്ലി ചെറിയൊരു മൊഡ്യൂൾ തന്നെയാണ് 4th. ഒന്നെല്ലാവരും റെസ്പോണ്ട് ചെയ്യുക. 4th മൊഡ്യൂൾ ഓക്കെ ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ ഇത്രയും ഏരിയ ബേസ് ചെയ്തിട്ടായിരിക്കും സീരീസ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടാവുക. വൺസ് അഗൈൻ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് മാർക്കിനനുസരിച്ചിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ടൈമിൻ്റെ ഉള്ളിൽ എഴുതി തീർക്കാൻ പറ്റുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ടൈമിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുമ്പോൾ യു ഹാവ് ടു അറ്റൻഡ് ദ ഇൻ ദാറ്റ് മാനർ. ആ രീതിയിൽ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. IPv4ൽ IPv4ൽ ട്രിക്ക് ബിറ്റ് മെൻഷൻ ചെയ്യണോ? ട്രിക്ക് ബിറ്റ് മീൻസ് ഓക്കെ, ഡോൺ ഫ്രാഗ്മെന്റിന്റെ മുന്നേ ഒരു ബ്ലാങ്ക് ഫീൽഡ് ആണ്. അത് ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് കാണിച്ചാൽ മതി തൽക്കാലം. ഓക്കെ, അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്. ആ ബ്ലാങ്ക് സ്പേസ് ബ്ലാങ്ക് ആയിട്ട് കാണിച്ചാൽ മതി. ഈ ഒരു ബിറ്റിനെ ബ്ലാങ്ക് ആയിട്ട് കാണിച്ചാൽ മതി. ഫിഗർ വരയ്ക്കുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് കാണിക്കുക. ദെൻ DF ആൻഡ് MF. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ബാക്കി ആൾക്കാർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ദെൻ നിങ്ങളുടെ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ് അഭിനന്ദ്, ആകാശ് അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അനക, അജ്മൽ, അഞ്ജലി, അനുഗ്രഹദീൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കാർത്തിക് ഇല്ല, കീർത്തന, സിനാൻ, ഇജാസ്, നഫ, നേഹ, നിതിൻ, നഫ, പ്രണവേ, പ്രണവസി, റൈസ, റസാന, ക്രിസ്ത്യൻ, റോഷൻ, സഹലബി, ക്രിസ്ത്യൻ, സഹലയൻ, സംഗീത്, സാരൻ, ഷാരുൺ, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. ഓക്കെ, കാർത്തിക് ഉണ്ടോ? കാർത്തിക് ആബ്സെന്റ്. ഓക്കെ ദെൻ ബാക്കിയുള്ളത് അടുത്ത മൊഡ്യൂൾ മുതൽ നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.